ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അതിലേക്ക് ആവശ്യമായ കുറച്ച് സവാള, അതായത് ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് അരിയുക, എന്നാലേ നല്ല ബ്രൗൺ ആവത്തുള്ളൂ. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിനെ ഒരു ജാറിലിട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇതേപോലെ. അതിനുശേഷം ഞാനൊരു 3 വലിയ തക്കാളി നല്ല പഴുത്തത് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വറുത്തരച്ച ചിക്കനാണ്. സോ അതിൽ മല്ലി, മുളക്, കുരുമുളക് ഇതെല്ലാം കൂടെ ഒരു പോട്ടിലെടുത്തിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇതിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചെറുതായിട്ട് പച്ചമണം മാറാനായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള അതിലേക്ക് ഇടുക. അതും നമുക്ക് ഒരുപാട് നേരം, ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഇട്ട് മൂപ്പിച്ചെടുത്താൽ നമുക്കൊരു ബ്രൗൺ കളറിൽ കിട്ടും. ആ ബ്രൗൺ കളർ ആയാലേ നമുക്ക് കറക്റ്റ് ആ ചിക്കൻ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ചിക്കൻ കറിയല്ല. ഇത് മല്ലി, മുളക് വറുത്തരച്ച് വെക്കുന്നതാണ് ഈ ചിക്കൻ കറി. പിന്നെ ആവശ്യത്തിന് പാകമായിട്ടുള്ള ഉപ്പിടുക. പിന്നെ നേരത്തെ മല്ലി, മുളകും കൂടെ ചതച്ചരച്ച് മാറ്റി വെച്ചേക്കുന്നതാ. ഇതെൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഗരം മസാല തീർന്നായിരുന്നു. അപ്പോൾ പുതിയ പാക്കറ്റ് ഗരം മസാല കൂട്ട് പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ വറുത്ത് മാറ്റി വെക്കുക. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് ഇതിൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചേർത്താൽ മതി. അപ്പോഴേക്കും സവാള ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി കിട്ടുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ. ഇതെല്ലാം നല്ലോണം വഴണ്ടാൽ മാത്രമേ ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പോഴാ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ മല്ലി, മുളക് എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരുന്നില്ലേ, അതും ഇപ്പോൾ ആഡ് ചെയ്തായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നു. അതിനുശേഷം വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ തിളപ്പിച്ചിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പച്ചവെള്ളം ആരും ഒഴിക്കരുത്. ഓക്കെ. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗാർണിഷിനും. പ്ലസ് ഇത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.